ജനിക്കുന്നത് ആൺകുട്ടികളാകണേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു നാട്. പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയിലെ താഴ്വര അങ്ങനെയായിരുന്നു. സിയാവുദ്ദീൻ യൂസഫ് സായ് എന്ന അധ്യാപകന് മകളുണ്ടായപ്പോൾ ബന്ധുക്കളെല്ലാം നിരാശരായി. സിയാദുവിനാകട്ടെ വലിയ സന്തോഷവുമായി. എങ്കിലും ദുഃഖിത എന്നർത്ഥമുള്ള മലാല എന്ന പേരാണ് മകൾ കിട്ടത്. പടിഞ്ഞാറൻ കാണ്ടാഖാറിൽ മെയ്വന്തിൽ ജീവിച്ചിരുന്ന ധീരനായികയുടെ പേരായിരുന്നു മലാലൈ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച ആ പെൺകുട്ടി വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു. അങ്ങനെയാണ് സിയാവുദ്ദീൻ മലാല എന്ന പേര് തിരഞ്ഞെടുക്കുന്നത്. താഴ്വരയിൽ താലിബാൻ പിടിമുറുക്കി. പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് എതിരായിരുന്നു അവര്. സിയാവുദ്ദീൻ തുടങ്ങിയ ഖുഷാൽ ഗേൾസ് സ്കൂളിന് നേരെയും ഭീഷണികളുണ്ടായി. പക്ഷേ മുട്ടുമടക്കാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. സ്കൂളുകൾ പൂട്ടാൻ അന്ത്യശാസനയുമുണ്ടായി. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാനാകും. ഈ വാക്കുകൾ മതി മലാല എന്ന പെൺകുട്ടിയെ എന്നും ഓർത്തെടുക്കാൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ധീരതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ മലാല. പെൺകരുത്തിന്റെ പര്യായമായി ലോകം വാഴ്ത്തുന്ന മലാല യൂസഫ് സായ് ലോകത്തെ അനാകായിരം പെൺകുട്ടികൾക്ക് എന്നും ധൈര്യം പകരുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ്. ചെറുപ്രായത്തിൽ തന്നെ തന്റെയും സഹജീവികളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ മലാല ഓരോ പെൺകുട്ടിക്കും ഊർജവും അഭിമാനവുമാണ്. ഒരു കാലത്ത് പാകിസ്ഥാനി സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചിരുന്ന അവകാശമില്ലായ്മയെ ലോകത്തിനു മുന്നിൽ എത്തിച്ച ധീരയാണ് മലാല. പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ താലിബാൻ ഭീകരരുടെ വെടിയേറ്റ മലാലയെ 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ലോകം ആദരിച്ചു. പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിലെ മംഗോരയിൽ സിയാവുദ്ദീൻ യൂസഫ് സായുടെ മകളായി 1997 ജൂലൈ 12 മലാലയുടെ ജനനം. പിതാവ് സിയാവുദ്ദീൻ യൂസഫ് സായ് സ്കൂൾ ഉടമയായിരുന്നു. 2007 സ്വാത്തിന്റെ നിയന്ത്രണം താലിബാൻ പിടിച്ചെടുത്തതോടെ ആ നാട്ടിലെ സ്ത്രീകളുടെ ജീവിതം ദുരിതത്തിലാകുവാൻ തുടങ്ങി. ടെലിവിഷനും സംഗീതവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും മുതൽ സ്ത്രീകൾ സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്നതിൽ വരെ താലിബാൻ നിരോധനം ഏർപ്പെടുത്തി. ഇതിനെതിരെ സംസാരിക്കാൻ മലാലയെ പ്രാപ്തിയാക്കിയത് അവളുടെ പിതാവായിരുന്നു. മലാലയെ വിദ്യാഭ്യാസ അവകാശങ്ങൾ പ്രാവർത്തികമാക്കിയതും പിതാവ് സിയാവുദ്ദീൻ തന്നെയാണ്. ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്നത് പോലും അതിഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സമയത്താണ് പ്രസ് ക്ലബിലെത്തി താലിബാനെതിരെ മലാല ശബ്ദമുയർത്തിയത്. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നത് നിരോധിച്ച താലിബാനോടുള്ള പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങളുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത്. 2009 11 വയസ്സുള്ളപ്പോൾ BBC വേണ്ടി എഴുതാൻ തുടങ്ങിയ ബ്ലോഗാണ് മലാലയെ ആദ്യം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. 2012 മലാലയ്ക്ക് നേരെ താലിബാൻ തീവ്രവാദികൾ വെടിയുതിർത്തു. വധശ്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത താലിബാൻ വക്താവ് മലാലയെ അശ്ലീലതയുടെ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട പുതിയൊരു അധ്യായം എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും ആ പെൺകുട്ടിയെ തടയാനായിട്ട് ആർക്കും സാധിച്ചില്ല. അവളുടെ ശരീരത്തിന് ക്ഷതമേൽപ്പിക്കുവാൻ അവർക്ക് സാധിച്ചേക്കാം. പക്ഷേ എതിർപ്പുകൾക്കെതിരെ അവൾ ഉയർത്തുന്ന ശബ്ദത്തെ തടുക്കുവാൻ ഇന്നും ആർക്കും ഒന്നുമാകുന്നില്ല. താലിബാന്റെ ആക്രമണത്തിന് ഇരയായിടത്ത് നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവിലേക്കുള്ള മലാല യൂസഫ് സായുടെ യാത്ര അവളുടെ അജയ്യമായ ധൈര്യത്തിന്റെയും പ്രതിബദ്ധതയുടെയും തെളിവാകുന്നു. ലോകത്തിലെ എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം ഞാൻ മലാല എന്നാണ്. ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മലാല ബിരുദം നേടിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന ആവശ്യത്തിൽ അടിയുറച്ചുള്ള പ്രവർത്തനം തുടരുന്ന മലാലയുടെ ലക്ഷ്യം എല്ലാ പെൺകുട്ടികൾക്കും പഠിക്കുവാനും വളരുവാനും കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതു തന്നെയാണ്.